സമയം അങ്ങനെ രാവിലെ 3:30. ഞാനങ്ങനെ ബൈക്കിൽ നേരെ കൊല്ലത്തെത്തി. അവിടെ നിന്ന് നേരെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 6-6:30 ആയി കാണും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ചായ മസ്റ്റാണ്. അങ്ങനെ നമ്മൾ വഴി കണ്ട ഒരു കടയിലേക്ക് നിർത്തി വണ്ടി. നേരെ ചായക്ക് ഓർഡർ ചെയ്ത് വെയിറ്റിംഗ് ആണ്. അങ്ങനെ ചായ നമുക്ക് കിട്ടി. ചായ നമ്മൾ ചൂടോടെ തന്നെ കുടിച്ചു. കാലി ചായ മാത്രമേ കുടിച്ചുള്ളൂ. അപ്പോൾ എല്ലാവരും ചായ വാങ്ങിക്കാനുള്ള തിരക്കാണ്. കടി കഴിക്കുന്നവരുണ്ട് കൂടെ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. യാത്രകൾ എന്നും എനിക്കൊരു ലഹരിയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ കൂട്ടുകാരുമായിട്ട് കുറച്ച് തള്ളൊക്കെ തെള്ളിയിട്ട് നേരെ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഏകദേശം വിഴിഞ്ഞത്തോടടുത്തിരിക്കുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്തിനാണ് ഇവിടെ വന്നതെന്ന്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വിഴിഞ്ഞം തുറമുഖം ഇന്ന് നാടിനായി സമർപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ വിഴിഞ്ഞം പോർട്ട് റോഡിലൂടെ നേരെ ഉദ്ഘാടന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലാകമാനം പോലീസിൻ്റെ ശക്തമായ സുരക്ഷയിലാണ്. നമ്മുടെ ഈ പോർട്ടിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം എത്തിക്കഴിയുമ്പോഴേക്കും ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ജോലി സാധ്യത ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ നല്ല കാര്യമാണ്. ഇവിടെ ഒരു വെൽക്കം ബാനർ വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡെഡിക്കേഷൻ ടു ദി നേഷൻ ഓഫ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് സീ പോർട്ട്. അപ്പോൾ ഇത് നീണ്ടു നിവർന്നങ്ങ് കിടക്കുകയാണ്. നമ്മളിത് ഓടി അങ്ങ് കാണാനൊന്നും എല്ലാം ഒന്നും ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. എന്തായാലും കുറച്ചൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഉദ്ഘാടനമൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറി. നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എന്തായാലും ഇതിൻ്റെ ഓണർക്ക് നമ്മൾ നല്ലൊരു ബീഫ് ബിരിയാണി വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7-7:30 ആയിട്ടുണ്ട്. നമ്മളങ്ങനെ വിഴിഞ്ഞത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ തേരാപ്പാര അലയുകയാണ്. വല്ലതും കഴിക്കുന്നതിന് വേണ്ടിയാണേ. ഓരോ നാട്ടിലെത്തുമ്പോഴും ആ നാട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഫുഡ് കാണും. ആ ഫുഡ് അന്വേഷിച്ചാണ് നമ്മളിവിടെ നടക്കുന്നത്. നമ്മളിവിടെ വിഴിഞ്ഞത്തായതുകൊണ്ട് ഇവിടുത്തെ വിഴിഞ്ഞം ചിക്കൻ ഫേവറേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്തായാലും ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അതിൻ്റെ കട ഏതാണ് നല്ലതെന്ന് നോക്കി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരഞ്ഞു പിടിച്ച കട അഫ്സൽ ഫാസ്റ്റ് ഫുഡ്. അവിടെ എത്തി. നല്ല റഷായിരുന്നു അവിടെ. നമുക്ക് ഉടനെ സീറ്റൊന്നും കിട്ടിയില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ കൂടെ എത്തിയപ്പോൾ ഞങ്ങൾക്കും സീറ്റ് കിട്ടി. നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്ത് നമ്മുടെ ടേബിളിൻ്റെ മുന്നിലെത്തി. ഒരു പീസിന് ഇതിന് 130 രൂപയാണ്. പക്ഷേ ഐറ്റം സൂപ്പറാണ്. നല്ല എരിവാണ് ഇതിൻ്റെ മെയിൻ. പച്ചമുളകൊക്കെ അങ്ങോട്ട് ചതച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ എരി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല തൊട്ടടുത്ത് നമ്മൾ വെള്ളം വെച്ചിരിക്കണം, അല്ലെങ്കിൽ എരിഞ്ഞ് ഊപ്പാട് വരും കേട്ടോ. ഈ കടയിൽ അന്യായ തിരക്കാണ് കേട്ടോ. ഇവിടെ ഇദ്ദേഹത്തിന് ഒരു റെസ്റ്റും ഇല്ല. വറുത്ത് കോരിയെടുക്കുന്നു, ഓർഡർ ടേബിളിൽ എത്തിക്കുന്നു, എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, വാരി വാരി ഇടുകയാണ്. ഇപ്പോൾ ആ കോരി തള്ളി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മസാലയാണ് കേട്ടോ. പച്ചമുളക് വെച്ചുള്ളൊരു മസാലയാണ്. അങ്ങനെ വിഴിഞ്ഞ ചിക്കൻ്റെ എരി മാറുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള സ്കാൻഡിയിലൊന്ന് കയറി ഞങ്ങൾ. അവിടെ ഇതിലും വലിയ രസമാണ്. ഫസ്റ്റ് ട്രൈ ചെയ്തത് മൊജിറ്റോ ആണ്. മൊജിറ്റോ ഇതിന് 15 രൂപയാണ് വില. അടിപൊളിയാണ് കേട്ടോ സംഭവം. അത് കഴിഞ്ഞൊരു ലെമൺ എടുത്ത്, അതും പൊളി തന്നെ, ഒന്നും മാറ്റി വയ്ക്കാനില്ല. ഇതിന് 3 രൂപയാണ് വില. അങ്ങനെ അടുത്തത് സ്ട്രോബെറി, അടുത്തത് കോഫി, അടുത്തൊരു ബട്ടർ സ്കോച്ച് എടുത്ത് നേരെ പുറത്തേക്ക്. ഇനി കൂടുതൽ ഇതിനകത്ത് ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ. എല്ലാം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാരണം ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. പക്ഷേ ഇതിനുള്ളിലുള്ള ആംബിയൻസ് അടിപൊളിയാണ്. ചെറിയൊരു ഷോപ്പാണെങ്കിലും 3 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എ സിയിൽ നമുക്ക് കുറേ നേരം ഇരിക്കാം. ആ ഐസ് കഴിച്ച് തീരുന്നിടം വരെ ഇരിക്കാം കേട്ടോ. 3 രൂപയുടെ ഐസ് കഴിച്ചിരിക്കുന്ന ഇരിപ്പാണിത് കേട്ടോ. പക്ഷേ ഞങ്ങൾ 3 രൂപയ്ക്കല്ല കഴിച്ചത് കേട്ടോ, കുറേ കാശായി. അപ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് നമ്മുടെ സ്വന്തം KSRTCയിൽ നേരെ റൂമിലേക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.